സോഷ്യൽ മീഡിയയിൽ അടുത്തൊരു ഫോർച്യൂണർ വാങ്ങാനായിട്ടുള്ള പരിപാടിയുമായിട്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ പച്ച വീട്ടിൽ പ്രശ്നേഷ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ വാർത്തയും കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ TV അത്തരത്തിലുള്ള ന്യൂസ് ചാനലുകളൊക്കെ ഈ പറയുന്ന ഈ രോഹിത്തിന്റെ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്കും പെങ്ങൾക്കും എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്തിനും ഭാര്യയ്ക്കും പറയാനുള്ളത് അവരുടെ യൂട്യൂബ് ചാനൽ വഴി ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന ഫോർച്യൂണറിന്റെ പൈസ ഒന്നും അവർക്ക് കിട്ടൂലെന്നാ തോന്നുന്നത്. കാരണം എല്ലാ വീഡിയോസും ഈ പറഞ്ഞ പോലെ 1-2 ലക്ഷം വ്യൂസ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മളെപ്പോലുള്ള ചാനലും കാര്യങ്ങളൊക്കെ ഇവരുടെ വീഡിയോ ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് 5-8 ലക്ഷം വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് കുറെ യൂട്യൂബേഴ്സ് ഇപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫോർച്യൂണറോ ബെൻസോ BMW ഒക്കെ ആയിട്ട് വാങ്ങിക്കും. അപ്പോ എല്ലാത്തിന്റെയും അവസാനം നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്തിന്റെ സഹോദരിയെ പറ്റി രോഹിത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സ്വന്തം സഹോദരിയെ പറ്റി ഒരു ചേട്ടൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും സ്വന്തം സഹോദരിയായിട്ടുള്ള റോഷ്നിയെ പറ്റി ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ പ്രശ്നേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് സഹോദരിക്കും അമ്മയ്ക്കും എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിൽ പിന്നെയാണ് ഈ ഒരു ഇഷ്യൂവിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലെ സീരിയസ്നെസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രശ്നേഷ് സ്വന്തം പെങ്ങളെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. ഞാൻ റോഷിൻ ബോയ്ഫ്രണ്ട് ആണ്. റോഷ്നി എന്നല്ല, റോഷിൻ എന്നാണ് അയച്ചേക്കുന്നത്. മേ ബി അവന് സ്പെല്ലിംഗ് അറിയാത്തതുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ജഡ്ജി കാര്യമില്ല. ഞാൻ റോഷിൻ ബോയ്ഫ്രണ്ട് ആണ്. ചേച്ചി എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ. അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്കൊന്ന് റിപ്ലൈ താ. എനിക്ക് പറ്റുന്നില്ല ചേച്ചി, പ്ലീസ്. 1 മന്തായി റോഷിൻ പോയിട്ട്. ചേച്ചി മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരൂ പ്ലീസ്. എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് ഒന്ന് അടുത്തത് ബാക്കി എന്താണ് എനിക്കറിയില്ല ചേച്ചി, ഞാൻ പെട്ട് നിൽക്കുക, ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് മെസ്സേജ്, ഒന്നും തോന്നല്ലേ. അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല ചേച്ചി. ആക്ച്വലി ഈ ഒരു പയ്യന് നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഇവൻ്റെ കാര്യം നമുക്കറിയാം. ഇവർ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്തോ പഠിച്ചു കഴിഞ്ഞപ്പോഴും കൊണ്ട് അപ്പുറത്തെ ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ കണക്ട് ആയി എന്നാണ് നമുക്ക് ഇവൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവനറിയില്ല വീട്ടിലറിയാവുന്ന കാര്യം, വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവളുടെ കാര്യത്തിൽ ഭയങ്കര ഇടപെടുകയും അവൾ അങ്ങനെ ലിമിറ്റ് ചെയ്യുന്ന ടീമല്ല എന്നുള്ളത് അവനറിയില്ല. അവർക്ക് പറഞ്ഞിരിക്കുന്നത് വീട്ടിലറിഞ്ഞ ഭയങ്കര വിഷയമാണ്, വീട്ടിൽ മുട്ട സീനാണെന്നൊക്കെയാണ്. അപ്പം ഇവൾ ഏതോ ഒരു നിമിഷത്തിൽ നമുക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഈ പറഞ്ഞ പോലെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുവാണ്. എന്തിൻ്റെ പേരും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു അവളെ കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു, അനിയത്തിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ലാന്ന് അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ആ പയ്യൻ മേ ബി ടോക്സിക് ആയതുകൊണ്ട് ആവാൻ നോട്ടു. നമുക്ക് ഡീറ്റെയിൽ അറിയത്തില്ല, ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് കുറച്ച് ഫിഷിയായിട്ട് തോന്നിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവൾ ഹെൽപ്പ് എല്ലാം ചോദിച്ചൊന്നും നമ്മൾക്കല്ല, ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാമെന്ന് ഒരു ഡയലോഗ് ഇവിടേക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി. പക്ഷേ ഞാൻ ആർക്കെങ്കിലും ഒന്നും അവൾക്ക് പോയി ഇടപെടാനൊന്നും പോയില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ, പേരൊന്നും പറയില്ല, പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്ട് ആയി. അപ്പൊ ഞാനോർത്ത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ആയിരിക്കും നോക്കും, പക്ഷേ പിന്നീട് മനസ്സിലായി ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല. ഇത് നിങ്ങൾ തന്നെ പറ, എന്തൊരു എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് സ്വന്തം പെങ്ങളെ പറ്റി വന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പറയുന്നത്. കാര്യം സത്യമായിക്കോട്ടെ കള്ളമായിക്കോട്ടെ, സ്വന്തം പെങ്ങളെയൊക്കെ പറ്റി ഇത്തരത്തിലൊരു കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് ഇത്രയും ആളുകളോട് പറഞ്ഞ് അതുവഴി റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഏത് രീതിയിൽ, എന്ത് മര്യാദയാണ് അവൻ ഇതിനകത്ത് കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. തീർച്ചയായിട്ടും ആ ഒരു പെങ്ങളുടെ പരാതി പ്രകാരം ഇപ്പൊ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുവരെയും ഈ പറയുന്ന രോഹിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, കേസ് എടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെ പറ്റി കൂടുതൽ ഒന്നും നമുക്ക് പറയാനില്ല. സ്വന്തം പെങ്ങളെ പറ്റി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഇത്തരത്തിൽ ഒരു പയ്യനെ പറ്റിച്ചുകൊണ്ട് പോയി, എന്നിട്ട് അടുത്തൊരു പയ്യനുമായിട്ട് വീണ്ടും സെറ്റായി കണക്ട് ആയി എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാത്തത്. എന്നിട്ട് എല്ലാ വീഡിയോസിലും ഇരുന്നിട്ട് നിരന്തരം പറയും അമ്മയും പെങ്ങളും കൂടി ചവിട്ടി പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി, ആരും പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കാണിച്ചു കൂട്ടുന്നത്. തീർച്ചയായിട്ടും ഒരു അറസ്റ്റ് ഇവനെ ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന മറ്റൊരു വ്യക്തിയെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ കേസ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവൻ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം എന്ന് പറയുന്നത് ഈ പറയുന്ന സഹോദരിയുടെ 25 പവൻ സ്വർണം, ആദ്യം ഒരു 5-8 പവനോളം ഒരു കാറ് വാങ്ങാനായിട്ട് പുള്ളിക്കാരൻ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള സ്വർണം കൂടി ഇവന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന അമ്മയോടും സഹോദരിയോടും ആവശ്യപ്പെട്ട സമയത്ത് അവരത് സമ്മതിക്കാത്ത പക്ഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ തുടർന്ന് ഈ പറയുന്ന പ്രശ്നേഷും ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും പിന്നീടാണ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് ചെയ്യുന്നത്. എനിക്ക് ആരും പോലും ഇല്ല, വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ചവിട്ടി പുറത്താക്കി, അച്ഛൻ കാളാത്തുന്ന ഏതോ ഗുണ്ടയും കൊണ്ട് വന്ന് ഇടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളി
ഒരുപാട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഈ പറയുന്ന അമ്മയും സഹോദരിയും അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്യുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവിധ എവിഡൻസും ഈ പറയുന്ന സഹോദരി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ വീട്ടിൽ കിടന്ന് ഈ പറയുന്ന അമ്മയും സഹോദരിയെയും ഉപദ്രവിക്കുന്നതും ഒച്ചപ്പാടെടുക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ അടുത്തുള്ള നാട്ടുകാർ വന്നിട്ട് ഇവൻ വീട്ടിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നതും വീടിന്റെ വാതിലടിച്ചു പൊളിക്കുന്നതും അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീടാണ് ഇവൻ സഹോദരിയെ പറ്റി ഇത്തരത്തിലൊരു ആർഗ്യുമെന്റ് തന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയുകയും അതിനെ ബന്ധപ്പെട്ടാണ് സഹോദരി പോയിട്ട് കേസ് കൊടുക്കുകയും പിന്നെ ഈ പറയുന്ന ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന യൂട്യൂബ് വഴി നമ്മളെല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. ആദ്യം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ പറയുന്ന ഒരു ഫോർച്യൂണർ വാങ്ങിക്കാനായിട്ട്, അതൊക്കെയാണല്ലോ ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഫാമിലി അടിച്ചു വിരിയുക, ഒരു ഫോർച്യൂണർ വാങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നിക്കുക എന്നൊരു ട്രെൻഡാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകുന്നത്. അതിനെ ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണെന്നാണ് നമ്മൾ ഇതിനെപ്പറ്റിയും ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് പ്രശ്നേഷ് കുറച്ചൊരു പ്രശ്നക്കാരൻ തന്നെയാണ് എന്ന് നമുക്കിപ്പോ മനസ്സിലായത്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലൊരു കാര്യം സ്വന്തം സഹോദരിയെ പറ്റി ഒരിക്കലും ഒരു സഹോദരൻ പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് പറയുക എന്നൊക്കെ പറയുന്നത് ഇത്ര മെനകെട്ട ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും അടുത്ത് തന്നെ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കാശ് കൊടുത്ത് ഒഴിവാക്കുന്ന കേസുകളൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ സഹോദരി കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന TV ചാനലുകളൊക്കെ ഇത് നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു അറസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ബാക്കിയുള്ള സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ അതൊക്കെ പുറത്തു വരട്ടെ. സത്യമായാലും കള്ളമായാലും ഒരു സഹോദരിയെ പറ്റി മറ്റൊരു സഹോദരൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ പറയുന്ന രോഹിത് പറഞ്ഞിരിക്കുന്നത്. അതിൽ 100% ഞാനും യോജിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.